കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നമ്മൾ വീണ്ടും ജനനത്തെക്കുറിച്ചുള്ള വളരെ മനോഹരമായ ഒരു സന്ദേശം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മളിവിടെ ജീവനോടെ ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു. നാളത്തെ ദിവസം നമുക്കാർക്കും ഒരു ഉറപ്പുമില്ല. എന്നാൽ വീണ്ടും ജനിച്ച ഒരാൾക്ക് ഒരു ഉറപ്പുണ്ട്. എപ്പോൾ എൻ്റെ ഈ ലോകത്തിലെ ദൗത്യം തീർന്നാലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെ ചേരും. അതായിരിക്കട്ടെ നമ്മുടെ ധൈര്യം. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഓരോരുത്തരും ആ ഒരു ധൈര്യവും പ്രത്യാശയുമുള്ളവരായി തീരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിന്നത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം ആദ്യ വാക്യങ്ങൾ. കൈസര്യയിൽ ഇത്താലിയ എന്ന പട്ടാളത്തിൽ ഒരു വിജാതീയനാണ് കേട്ടോ, യഹൂദനല്ല, ക്രൈസ്തവനല്ല, വിജാതീയനാണ്. കൊർന്നല്യോസ് എന്നു പേരുള്ളൊരു ശതാധിപൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ആരാണ്? 100 പട്ടാളക്കാരുടെ അധിപനായ ഒരു ക്യാപ്റ്റനാണ്. അവൻ ഭക്തനും. അദ്ദേഹത്തിന്റെ ഗുണങ്ങളൊന്നും നോക്കിയേ. താൻ ആരാണ്? അവൻ ഭക്തനാണ്. തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി, വീട്ടുകാരെ മുഴുവൻ ഉൾപ്പെടുത്താൻ ദൈവത്തെ ഭയപ്പെടുന്നവനാണ്. ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും. അത് മാത്രമല്ല, ആത്മീയതയുള്ള പലർക്കും ഇല്ലാത്ത വേറൊരു ഗുണം ഇദ്ദേഹത്തിനുണ്ട്. എന്താണ്? ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു. ദാനധർമ്മങ്ങൾ ചെയ്യും. എപ്പോഴും ദൈവത്തോട് ഇതെല്ലാം ഉള്ള ചിലർക്ക് ഇതില്ല. ഇദ്ദേഹത്തിന് അതും ഗുണമുണ്ട്. എന്ത് ചെയ്യും? വൈകിട്ട് പ്രാർത്ഥിക്കുകയല്ല, പിന്നെ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ശതാധിപൻ. പട്ടാളത്തിലെങ്കിലും ഇങ്ങനെയുള്ള ഒരാളെ കാണാൻ കിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരാളായിരുന്നു. അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ, 9 മണി എന്ന് പറഞ്ഞാൽ 9-6-15 ഉച്ച കഴിഞ്ഞ് 3 മണി ഊണ് കഴിഞ്ഞ് നല്ല ഉറക്കം വരുന്ന സമയമാണ്. ഇദ്ദേഹം പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥനയിൽ അദ്ദേഹം ദൈവം ദർശനം കൊടുക്കുകയാണ്. എന്താ ദർശനം കൊടുത്തത്? ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇതിന്റെ ചുരുക്കം എന്നാണെന്നറിയോ? നിന്റെ നല്ല ജീവിതവും ദൈവത്തിന് ഇഷ്ടപ്പെട്ടു, നിന്റെ ധർമ്മം ദൈവത്തിന് ഇഷ്ടപ്പെട്ടു, നിന്റെ പ്രാർത്ഥന ദൈവത്തിന് ഇഷ്ടപ്പെട്ടു, നിന്റെ കർമ്മവും നല്ലതാ. ഇതൊക്കെ ഇവിടെ എത്തി. പക്ഷെ നീ ഇവിടെ വരണമെങ്കിൽ പണി വേറെ നടക്കണം. അടുത്തിരിക്കുന്ന ആൾ, ഞാൻ നീ ചെയ്യുന്നതിനൊന്നും നിന്നെ അവിടെ കൊണ്ടുപോകാൻ ഒക്കത്തില്ല. ആ കൊർന്നല്യോസിനോട് ദൂതൻ പറഞ്ഞ മുഴുവൻ കാര്യം അവിടെ ഇല്ല. 11-ാം അധ്യായത്തിലും കൂടെ വായിക്കാൻ മനസ്സിലാവും. നീയും നിന്റെ ഗൃഹം മുഴുവനും രക്ഷിക്കപ്പെടുവാൻ പത്രോസ് എന്ന മറുപേരുള്ള ശിമോനെ വരുത്തി നീ പ്രസംഗം കേൾക്കണം. ആമേൻ. ബീജം അവൻ്റെ കയ്യിലായിരിക്കുന്നു. നിന്നെ വീണ്ടും ജനിപ്പിക്കുന്ന ബീജം ആരുടെ കയ്യിലായിരിക്കുന്നേ? പത്രോസിന്റെ കയ്യിലാ. ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ലോകത്തിലെ മരിച്ച മനുഷ്യരെ ജീവിപ്പിക്കുന്ന ബീജം നിന്റെ കയ്യിലാണിരിക്കുന്നത്. നിന്റെ കയ്യിലാണിരിക്കുന്നത്. ഈ വിത്ത് വിതച്ചുകൊണ്ടൊന്ന് കടന്നുപോയേ ദൈവത്തിൻ്റെ മക്കളെ സുവിശേഷമൊന്ന് കൊടുത്തേ. ഹല്ലേലൂയ. അവൻ വീണ്ടും ജനിക്കും. ഭക്തന്മാരെ നിങ്ങളും ഞാനും വീണ്ടും ജനിപ്പിക്കണം. നല്ല മനുഷ്യരെ വീണ്ടും ജനിപ്പിക്കണം. കൊലയാളികളെ വീണ്ടും ജനിപ്പിക്കണം. പൗലൂസിനെ പോലുള്ള കൊലപാതകളെ വീണ്ടും ജനിപ്പിക്കണം. എന്നാൽ അതിനുള്ള ബീജം എൻ്റെയും നിങ്ങളുടെയും കൈ തന്നിരിക്കണം. ആ ബീജത്തിൻ്റെ പേരാണ് യേശു. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞാൽ ഈ ബീജം നിങ്ങൾ കൊണ്ട കൊടുക്കുക. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞിട്ട്, ദൈവത്തിൻ്റെ ബീജം നിങ്ങളുടെ കയ്യിലാണ്. ദൈവത്തിൻ്റെ ബീജമാകുന്ന വചനം നിങ്ങളുടെ കയ്യിലാണ്. അതാണ് കർത്താവ് പറഞ്ഞ, വിതയ്ക്കുന്നവൻ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു. ബീജം വിതപ്പാൻ പുറപ്പെട്ടു. ചിലത് നല്ല മണ്ണിൽ എന്നൊക്കെ പറയുന്നില്ലേ, ചിലത് മുള്ളിനിടയിൽ. അതെന്ത് ചെയ്തു? മുളച്ച് ഫലം കായ്ച്ചു. ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ വചനം പറഞ്ഞേ ഒക്കത്തുള്ളൂ. രക്ഷിക്കപ്പെടാനുള്ളവൻ രക്ഷിക്കപ്പെട്ടോളും എന്നും കൊണ്ടിരിക്കാനൊക്കത്തില്ല. ഞാനും നിങ്ങളും എന്ത് ചെയ്തേ ഒക്കത്തുള്ളൂ? വി ഹാവ് ടു പ്രീച്ച് ദ വേർഡ്. സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽപ്പീൻ. വചനം പ്രസംഗിക്കുക, വചനം പ്രസംഗിക്കുക. പ്രീച്ച് ദ വേർഡ്, പ്രീച്ച് ദ വേർഡ് എന്ന് പറഞ്ഞാൽ പല വചനമില്ല, ഒരു വചനമേ ഉള്ളൂ. അവൻ്റെ പേരത്ര യേശു. പ്രീച്ച് എ വേർഡ് എന്നല്ല, പിന്നെ preach the word and the word is Jesus Christ. ആ യേശുവിൻ്റെ നാമത്തെ നീ ഒന്ന് കൊടുത്തേ. ആമേൻ. അതിനെ അനുധാവനം ചെയ്തുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും, വീര്യപ്രവർത്തികൾ നടക്കും, കണ്ണുകൾ തുറക്കും, മരിച്ചവർ ഉയർക്കും. ഹലോ, ഈയിടെ കർണാടകയിൽ
ഒരു ചെറുപ്പക്കാരൻ, മരിച്ച ചെറുപ്പക്കാരൻ അല്ല മതകർമ്മ പ്രകാരം എടുത്ത് പിറ്റേന്ന് അദ്ദേഹത്തെ അടക്കാനായിട്ട് ശവപ്പെട്ടിയിലെടുത്ത് എവിടം വരെ കൊണ്ടുപോയി? കല്ലറയുടെ അടുത്ത് എത്തിയപ്പോൾ പത്രത്തിൽ വായിച്ചായിരുന്നോ? പുള്ളി എഴുന്നേറ്റിഞ്ഞ് പോകുന്നു. വല്ല ദൈവവേദിലും അടുത്തിരുന്ന് കൽപ്പിച്ചോ എന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല. എനിക്കൊരു സംശയമാണ്. എന്തും ആകട്ടെ, ഇനിയിപ്പം മരിച്ചവരെ ഉയർപ്പിക്കുന്നതിന് ഒരു പ്രോബ്ലം കൈകൊടുത്ത് പറഞ്ഞ് നിങ്ങൾ ഉയർപ്പിക്കാഞ്ഞിട്ട് ആൾക്കാർ തന്നെ എഴുന്നേറ്റ് പോരും. ഇനി നമ്മളെന്തിനാ പേടിക്കുന്നത്? യേശു പറഞ്ഞു, രോഗികളെ സൗഖ്യമാക്കുവീൻ, മരിച്ചവരെ ഉയർപ്പിക്കുവീൻ. ഹലോ, പേടിക്കണ്ടെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. ചേർന്നും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ബീജം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക, വിത്ത് വിതരണം നമ്മുടെ കർത്താവ് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഭക്തന് ഭക്തി കൊണ്ട് അവിടെ പോകാനൊക്കില്ല. നല്ല മനുഷ്യന് തന്റെ നന്മ കൊണ്ട് അവിടെ ചെല്ലാനൊക്കില്ല. പ്രൈസ് ദി ലോർഡ്. ദാനധർമ്മിക്ക് തന്റെ ദാനധർമ്മം കൊണ്ട് അവിടെ ചെല്ലാനൊക്കില്ല. എന്നാൽ വിത്തിന്റെ ശേഖരം നിന്റെ കയ്യിലാണ്. സ്തോത്രം, സ്തോത്രം. വിതയ്ക്കുന്നവരോടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. വിതയ്ക്കുന്നവരോടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാവരും കർത്താവിനെ സ്തുതിക്കുക, എല്ലാവരും കർത്താവിനെ വാഴ്ത്തുക. വിത്തിന്റെ ശേഖരം ലഭിച്ച ദൈവത്തിന്റെ മക്കൾ, ഈ വിത്തുമായി, വിത്ത് കട്ടകളുടെ ഇടകളിൽ കിടന്ന് കെട്ടുപോകരുത്. വിത്താരും മാറ്റിവെക്കരുത്. വിത്താരും ഹല്ലേലൂയ പുഴുങ്ങി തിന്നരുത്. വിത്ത് വിതയ്ക്കാനുള്ളതാണ്. വിത്ത് ഹൃദയങ്ങളിൽ വിതയ്ക്കാനുള്ളതാണ്. ആഗ്രഹിക്കുന്ന മക്കൾക്ക് വേണ്ടി ഹൃദയങ്ങളെ കർത്താവ് ഒരുക്കി തരാൻ പോവുക. നിലങ്ങളെ കർത്താവ് ഒരുക്കി തരാൻ പോവുക. പൗലോസ് പറയണ, ദൈവപ്രവർത്തിക്കായിട്ട് കർത്താവ് എനിക്കൊരു വാതിൽ തുറന്നു. ആഗ്രഹിക്കുന്നവർ വല്ലതും ഇവിടെ ഉണ്ടോ? സ്തോത്രം. എന്നെ സഭ വിട്ടില്ല, എന്നെ ഇന്നടത്ത് വിട്ടില്ലെന്ന് ആരും പറയണ്ട. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിനു വേണ്ടി വിത്ത് വാരി വിതയ്ക്കുവാൻ രാജ്യങ്ങൾ നിന്റെ മുമ്പിൽ തുറക്കും, വീടുകൾ നിന്റെ മുമ്പിൽ തുറക്കും, വ്യക്തികളെ നിന്റെ മുമ്പിൽ കർത്താവ് ഒരുക്കി തരും. ആരാണ് തയ്യാറുള്ളത് വിത്ത് വിതയ്ക്കാൻ? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കറ്റകൾ ചുമന്നുകൊണ്ട് വരണോ? ഒരു മണി ഇട്ടാ മതി, കറ്റകൾ കൊയ്യും. തങ്കു ബ്രദറിനെ നേടിയ ആൾ, സ്തോത്രം, ഒത്തിരി പേരെ നേടിയോന്ന് എനിക്കറിയില്ല. തങ്കു ബ്രദറിനെ നേടി. എന്നെ നേടിയ ആൾ വലിയൊരു സുവിശേഷകനൊന്നും അല്ലായിരുന്നു, എന്നെ നേടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലേ? തങ്കു ബ്രദർ ശുശ്രൂഷിച്ചപ്പോൾ, ഞങ്ങൾ ശുശ്രൂഷിച്ചപ്പോൾ അനേകായിരങ്ങളെ കർത്താവ് വിടുവിച്ചു. അന്ത്രയോസ് ഒത്തിരി പേർക്ക് സുവിശേഷം കൊടുത്തായിട്ട് എഴുതിയിട്ടില്ല. പക്ഷേ സ്വന്തം സഹോദരനായ പത്രോസിന് സുവിശേഷം കൊടുത്തു. ആ വിത്തകത്ത് വിതച്ചു കൊടുത്തു. എന്നാൽ പത്രോസിൻ്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ കൊയ്യാനിടയായി. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞിട്ട് വിതയ്ക്കുക, സുവിശേഷം നിർത്തരുത്. ഹല്ലേലൂയ. ഒരു വ്യക്തിയെ കിട്ടായാലും വിതയ്ക്കുക. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത, വ്യക്തിയെ കിട്ടിയാൽ വിടത്തില്ല. ശമരിയക്കാരത്തിയെ ഒറ്റയ്ക്ക് കിട്ടിയാൽ കൺവെൻഷന് വന്നേരെന്ന് പറയത്തില്ല. ഹല്ലേലൂയ. എന്തോ കർത്താവ് പറയുന്നത്? ഈ ഞായറാഴ്ച യോഗത്തിന് വന്നേരെന്ന് പറയുമോ? പിന്നെന്താ പറയുക? അന്നേരം വിതച്ചിട്ടേ പോകാവുള്ളൂ. ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞാൽ വിതച്ചിട്ടേ പോകാവൂ. കിട്ടുന്നിടത്ത് വിതച്ചിട്ടേ പോകാവൂ. അത് ശമരിയയിൽ കൂടെ പോയാലും, പ്രൈസ് ദി ലോർഡ്, നിക്കോദമോസിൻ്റെ വീട്ടിൽ പോയാലും, സക്കായിയുടെ അടുക്കൽ പോയാലും, മരത്തേലിരിക്കുന്നവൻ്റെ മണ്ടക്കിട്ടും വിതച്ചിട്ടേ കർത്താവ് പോകത്തുള്ളൂ. എല്ലാവരും ഒന്ന് കർത്താവിനെ സ്തുതിച്ചാണ്. 1-2 പേർ പറഞ്ഞാട്ടെ, വിതയ്ക്കുക, വിതയ്ക്കുക. സ്വർഗത്തിൻ്റെ വിത്ത് നിങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. സ്വർഗത്തിൻ്റെ വിത്ത് നിന്റെ അധരങ്ങളിൽ കർത്താവ് തന്നിരിക്കുക. ഇത് വാരി വിതച്ചാൽ ജനങ്ങൾ വിടുവിക്കപ്പെടും. കൊർന്നല്യോസിനോട് പറയണം, നീ നിന്റെ ഗൃഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു പോയി. കർത്താവിനെ സ്തുതിച്ചേ, കർത്താവിനെ സ്തുതിച്ചേ. നിന്റെ അധരങ്ങളിൽ ദൈവം തന്നിരിക്കുന്ന എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. നീണ്ട വാചകമൊന്നും പറയണ്ട, 2 വാക്ക് പറഞ്ഞാൽ മതി, ആത്മാക്കൾ രക്ഷിക്കപ്പെടും. കാണണോ ഈ ദിവസങ്ങളിൽ നിന്റെ കയ്യിൽ കൊണ്ട് കർത്താവ് ആത്മാക്കളെ കർത്താവ് തരാൻ പോവാ. നരകത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ നീയുമായി സംസാരിച്ചു കഴിയുമ്പോൾ അവൻ യു-ടേൺ അടിക്കാൻ പോകുകയാണ്. നരകത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ നീയുമായി സന്ധിച്ചു കഴിയുമ്പോൾ he is going to make a U-turn in his life. അവൻ്റെ ജീവിതം നേരെ മാറാൻ പോകുകയാണ്. നാശത്തിലേക്ക് പോയവൻ ജീവനിലേക്ക് പോകാൻ പോകുകയാണ്. തകർച്ചയിലേക്ക് പോയവൻ ഉയർച്ചയിലേക്ക് പോകാൻ പോകുകയാണ്. മനുഷ്യരെ ജീവിപ്പിക്കുന്ന വാക്ക് നിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. കരമടിച്ച് വായ് തുറന്ന് എല്ലാവരും കർത്താവിനെ സ്തുതിക്കാം. ഏപ്രിൽ 30 കോട്ടയം നെഹ്റു സ്റ്റേഡിയം വൈകുന്നേരം 5 മണി മുതൽ നമ്മുടെ TNTയുടെ ടീൻസ് ആൻഡ് 20s ഹോളി സ്പിരിറ്റ് എൻകൗണ്ടർ പ്രോഗ്രാം. ഇറ്റ് ഈസ്, നമുക്കറിയാം കോലഞ്ചേരിയിൽ 5000-ഓളം കുഞ്ഞുങ്ങളെ നിറച്ച പരിശുദ്ധാത്മാവ് അവരുടെ ഫ്രണ്ട്സുമായിട്ട് വരും. ഒരു സ്റ്റേഡിയം പാക്ഡ് ആകാൻ പോവാം.
ആൻഡ് ദ ന്യൂസ് ഓഫ് ദിസ് ഇസ് ഇതിൻ്റെ വാർത്ത എല്ലായിടത്തും പരന്ന് ഷെൽഡൻ ബംഗാര ഹീ ഈസ് ഗോയിങ് ടു ബി ഹിയർ ഒരു ആഴ്ച മുമ്പേ. രാംബാബു ബ്രദറും അങ്കിത്തും അവരും 2 ദിവസം മുമ്പേ വരുക. ജോസഫ് ബ്രദേഴ്സ് ആൻഡ് ക്രൂ അവരും ഷെൽഡൻ്റെ കൂടെ നേരത്തെ വരുക. സ്റ്റീവൻ ദേവസി ഹീ ഈസ് ഗോയിങ് ടു കം ഓൺ 29th. എല്ലാവരും ഒരു ദിവസം മുമ്പേ. ജസ്റ്റ് ഇമാജിൻ, പ്ലസ് 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 എന്ന് പറഞ്ഞാൽ all the men of God, everyone is coming expecting an encounter and fire of the Holy Spirit. So April 30 ഞായറാഴ്ച മിസ്സാക്കരുത്. ഇറ്റ് വിൽ ബി JJ റൈസിൻ്റെ ലൈവ് വേർഷിപ്പ്. അന്നായിരിക്കും നമ്മുടെ ക്യാപ്ചർ ബൈ ലവ് CD-യുടെ റിലീസായിരിക്കും. ക്യാപ്ചർ ബൈ ലവ് CD-യുടെ ഒരു പ്രത്യേകത, ഇതിൻ്റെ മുഴുവൻ പാട്ടിൻ്റെ ലിറിക്സും മ്യൂസിക്കും രണ്ടും പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെട്ടത്. എൻ്റെ ചില അനുഭവങ്ങൾ, ആ അനുഭവത്തിലുണ്ടായ പാട്ടുകൾ, ഈ ഉണർവിൻ്റെ കൂടെ ഉണ്ടാകുന്ന പാട്ടുകൾ. സോ April 30 ഇത് ഒഫീഷ്യലി റിലീസ് ചെയ്യുന്നത് എങ്കിലും ഈ താഴെ കാണുന്ന ഇമെയിലിൽ നിങ്ങളുടെ പ്രീ ഓർഡർ ബുക്ക് ചെയ്യാൻ പറ്റും. ദിസ് വിൽ ബി 1 CD. എനിക്ക് തോന്നുന്നത് ക്രൈസ്തവ ചരിത്രത്തിൽ തന്നെ 100 രാജ്യങ്ങളിലും ഡെസ്റ്റിനേഷൻസിലും ഒരുപോലെ റിലീസ് ചെയ്യാൻ പോകുന്ന CD-യാണ് ക്യാപ്ചർ ബൈ ലവ്. ഇറ്റ് ഈസ് റിയലി ക്യാപ്ചർഡ് ബൈ ദ ലവ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സോ ഈ CD-യുടെ ഒരു കോപ്പി നിങ്ങളുടെ കൈ മിസ് ചെയ്യരുത്. നിങ്ങൾ പ്രീ ഓർഡർ ചെയ്താൽ യു വിൽ ഹാവ് എൻ അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് സമയത്ത് കിട്ടുമെന്ന്, ആൻഡ് യു വിൽ ഗെറ്റ് ഇറ്റ് അറ്റ് might be 20% reduction നിങ്ങൾക്ക് കിട്ടും. And it will be courier to you. The courier charges will be borne by us. Miss ചെയ്യരുത് Capture by Love. It is such an amazing CD which the music will ring in your ears always. Number 1, April 30th, it will be an encounter of the Holy Spirit. Number 2, April 30th, launching of Capture by Love. Number 3, Reach Worldwide. One More Vision-ന്റെ 50ാമത്തെ കുഞ്ഞിൻ്റെ വിഷുടെ സാധിക്കാൻ പോവുക. വൺ മോർ വിഷ് എന്ന് പറഞ്ഞാൽ ടെർമിനലി ഇൽ ക്യാൻസർ പേഷ്യൻസ് ആയിരിക്കുന്ന ശിശുക്കൾ, അവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ. അങ്ങനെ റോണക്കും സേറയും ഒക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കുഞ്ഞിന് ഫ്ലൈറ്റിൽ കയറണമെന്നൊരാഗ്രഹം, ടെർമിനലി ഇല്ല. സോ വിത്ത് ദി അസിസ്റ്റൻസ് ഓഫ് ദി ഡോക്ടേഴ്സ് ആ കുഞ്ഞിനെ കൊച്ചി മുതൽ ട്രിവാൻഡ്രം വരെ ഫ്ലൈറ്റ് ഒന്ന് കയറ്റാൻ we are going to fulfill that wish of that child. One more wish. So April 30th will be packed. It is live. You can see it live, HFTV, and it will be an amazing day. So മറക്കല്ല, ഒന്ന് വീട്ടിലിരിക്കരുത്, നിങ്ങളെല്ലാവരും നെഹ്റു സ്റ്റേഡിയത്തിൽ വരണം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നെഹ്റു സ്റ്റേഡിയത്തിൽ വരണം. നമ്പർ 2, അതിൻ്റെ മുമ്പായി ഗെറ്റ് ദ കോപ്പി ഓഫ് ക്യാപ്ചർഡ് ബൈ ലവ്. 3, പ്രേ ഫോർ അസ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്താണ് സുവിശേഷം? യേശു മനുഷ്യരുടെ പാപങ്ങൾക്കായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തു. അതാ സുവിശേഷം. മരണ പുനരുദ്ധാനങ്ങൾ പറയാത്തത് എന്തല്ല? സുവിശേഷമല്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ച 10ഓളം പ്രസംഗങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളുണ്ട്. അവിടെ എല്ലാവരും പറഞ്ഞ ഒരേ ഒരു കാര്യം എന്താണ്? നിങ്ങളവനെ ക്രൂശിച്ചു, ദൈവനെ 3-ാം നാൾ ഉയർപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ആരിൽ? യേശുവിൽ എന്ന് പറഞ്ഞാൽ ഒക്കില്ല, ഉയർത്തെഴുന്നേറ്റ യേശു. അതാണ് റോമർ 10:9-10. യേശുവിനെ കർത്താവെന്ന് മറിയ പറഞ്ഞ നിമിഷം യേശു ഉദരത്തിൽ പറന്നെങ്കിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഏറ്റു പറയുന്ന നിമിഷം ക്രിസ്തുവിന്റെ ഉള്ളിൽ പറക്കുക. He's being born again. അവൻ ദൈവവുമായി ബന്ധപ്പെടുകയാണ്. He's reconnected. ഒരു ചത്ത ഫോണിൽ സിം കാർഡ് ഇടുമ്പോൾ അതിൻ്റെ കമ്പനിയുമായി സിഗ്നൽ പിടിക്കുന്നത് പോലെ യേശു ഉള്ളിൽ വരുമ്പോൾ അവൻ്റെ ലൈറ്റ് തെളിയാൻ തുടങ്ങുകയാണ്. നഷ്ടപ്പെട്ടവൻ മടക്കി ലഭിക്കുകയാണ്, അവന് ജീവനായിരിക്കുകയാണ്. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇത് ലോകത്തിൽ ഒരു ഭക്തി കൊണ്ടും നടക്കില്ല. അത് യേശുവിനെ സ്വീകരിച്ചാൽ മാത്രമേ നടക്കൂ. ഇത് പറയുമ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് തോന്നും നമ്മളെ അഹങ്കാരം പറയാം. അഹങ്കാരമല്ല, ഇത് സത്യമാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും
കേൾക്കുന്നവർക്കൊന്നും അഹങ്കാരമല്ല. കുഞ്ഞുങ്ങളെ വേറെ വഴിയില്ല. ദർ ഇസ് നോ അതർ. അതാ കർത്താവ് പറഞ്ഞ, കരഞ്ഞുകൊണ്ട് പറഞ്ഞതാ. അത് അല്ല വലിയ സ്ഥാപിക്കാൻ പറഞ്ഞതല്ല. ദർ ഇസ് നോ അതർ വേ. ഞാനേ ഉള്ളു വഴി, എനിക്ക് കണക്ട് ചെയ്യാൻ ഒക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതാണ് ആ പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടിരുന്ന ആ യഹൂദന്മാരായ നേതാക്കന്മാരുടെ യേശു പറയണം, നിങ്ങൾ തിരുവെഴുത്തുകളെ ചോദന ചെയ്യുന്നു, പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ജീവൻ എന്ത് ചെയ്യത്തില്ല, കിട്ടില്ല. ജീവനായ എൻ്റെ സാക്ഷ്യം പറയാൻ ഏത് തന്നത്? പുസ്തകം തന്നു. അപ്പോൾ ചില ആൾക്കാർ മതകർമ്മങ്ങൾ ചെയ്തു, ചില ആൾക്കാർ പാപജീവിതം നയിച്ചു, ശമര്യക്കാരത്തിയെ പോലെയുള്ള ആൾക്കാർ. എന്നാൽ ഇവിടെ ചിലരെന്ത് ചെയ്യുക, പുസ്തക പാരായണമാണ്, ഒരു ഗ്രന്ഥങ്ങൾ പഠിക്കുകയാണ്. പല ആൾക്കാരും ദേ ആർ ദ പീപ്പിൾ ഓഫ് ദ ബുക്ക്. നമ്മളൊരു പുസ്തകത്തിൻ്റെ ആൾക്കാരല്ല, നമ്മൾ ജീവിക്കുന്ന വ്യക്തിയുടെ ആൾക്കാർ. പറഞ്ഞ പുസ്തകം എനിക്ക് സാക്ഷ്യം പറഞ്ഞു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരാൻ നിങ്ങൾക്ക് എന്തില്ല? ആമേൻ. പുസ്തകങ്ങൾ എവിടെ കൊണ്ടെത്തിക്കട്ടെ? യേശുവിൻ്റെ അടുക്കൽ കൊണ്ടെത്തിക്കണം. പുസ്തകങ്ങളെ എന്തിനാ ദൈവം ലോകത്ത് വെച്ചത്? ടു ബ്രിങ് പീപ്പിൾ ടു ജീസസ്. ജീവൻ പുസ്തകത്തിനകത്തില്ല, ജീവൻ ബൈബിളിനകത്തുമില്ല. ജീവൻ ഒരു വ്യക്തിയിലാണ്. അവൻ്റെ പേരാണ് ജീവനായകൻ. അവനെ പ്രസംഗിക്കാനേ കർത്താവ് നമ്മളെ ആക്കി വെച്ചിരുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരുടെ മരണപുനരുദ്ധാനങ്ങൾ പ്രസംഗിച്ചു. അതാണ് വേറൊരു അപ്പോസ്തല 17 വായിക്കുന്നു. മരണപുനരുദ്ധാനങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ, മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് കേട്ടപ്പോൾ ചിലർ അവനെ പരിഹസിച്ചു. ചിലർ പറഞ്ഞു പ്രസംഗം വീണ്ടും കേൾക്കാം. ചിലർ വിശ്വസിച്ചു. ആമേൻ. മരിച്ചവൻ ഉയർക്കാവുന്നത് വിശ്വസിക്കണമെങ്കിൽ ദൈവം ഹൃദയം തുറന്നവനെ പറ്റത്തു. അതാണ് പൗലോസ് സംസാരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് ലുദിയയുടെ ഹൃദയം തുറന്നു, ഗർഭപാത്രം തുറന്നു. പ്രൈസ് ദി ലോർഡ്. പൗലോസ് സംസാരിച്ച വാക്കുകൾ ലുദിയയുടെ ഹൃദയത്തിൽ വീണു. ആ പുഴവക്കത്ത് ഒത്തിരി പേര് കേട്ടെങ്കിലും ഹൃദയം തുറന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു നല്ല പ്രസംഗം കഴിച്ച് ആരെയും വിടുവിക്കാമെന്ന് നോക്കണ്ട, പ്രാർത്ഥിക്കണം. ഹൃദയങ്ങളെ ഒരുക്കാൻ പ്രാർത്ഥിക്കണം, ദേശങ്ങൾ തുറക്കാൻ പ്രാർത്ഥിക്കണം. അതാണ് പൗലോസ് പറഞ്ഞ, ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ വീണ്ടും വണ്ണം അത് ശോഭിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എനിക്ക് ദൈവപ്രവർത്തിക്കായിട്ട് വാതിൽ തുറക്കാൻ എന്ത് ചെയ്യണം? കൈകൊടുത്ത് പറഞ്ഞ, ദേശത്തിൻ്റെ വാതിലും ഹൃദയത്തിൻ്റെ വാതിലും തുറക്കുന്ന കർത്താവാണ്. എന്നെ അവിടെ വിടാത്ത ഇവിടെ വിടാത്ത എന്ന് ആരും ചോദിക്കേണ്ടത് കർത്താവിന് മാത്രമേ തുറക്കാനാവൂ. ആമേൻ. അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്കായി വെൺമാടത്തിൽ പത്രോസ് കയറി മുട്ടുമടക്കിയപ്പോൾ ജാതികളുടെ വാതിൽ കർത്താവ് തുറന്നു. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞട്ടെ, വാതിൽ തുറക്കുന്നവൻ ദൈവമാണ്. അവിടെ നീ മുട്ടുമടക്കിയാൽ, കണ്ണുനീരോടെ വിതച്ചാൽ, നീ ആർപ്പോടെ കൊയ്യാൻ പോവാ. ദിവസങ്ങളിൽ ആത്മാവിൻ്റെ ഒരു ശുശ്രൂഷയ്ക്കായി ദൈവമക്കൾ ഒരുങ്ങുക. നിൻ്റെ കയ്യിൽ അവൻ വിത്തേൽപ്പിച്ചിരിക്കുക. വ്യക്തികളെ നിൻ്റെ കൈ കൊണ്ടുത്തരും, നിൻ്റെ കൈ കൊണ്ടുത്തരും. സ്തോത്രം. പത്രോസ് ഇതുവരെ ലെറ്റർ പാഡ് അടിച്ചില്ല. പത്രോസ് ഒരിക്കലും എന്ത് ചെയ്തില്ല, താന് ഒരു വിസിറ്റിംഗ് കാർഡ് അടിച്ചിട്ട് ചെല്ലുന്നിടത്തൊക്കെ എന്നെ വിളിച്ചേരെ ഞാൻ വേണേൽ പ്രസംഗിക്കാമെന്ന് പറഞ്ഞ് നടന്നോ? ഇല്ല. താൻ മുട്ടുമടക്കിയപ്പോൾ പത്രോസിൻ്റെ വിസിറ്റിംഗ് കാർഡുമായി ദൈവത്തിൻ്റെ ദൂതൻ പോവുകയാണ്. ഹല്ലേലൂയ. കൈകൊടുത്ത് പറഞ്ഞേ, നിൻ്റെ വിസിറ്റിംഗ് കാർഡ് ലോകത്തിലെ പ്രസ്സിൽ അടിക്കരുത്, അത് സ്വർഗത്തിലെ പ്രസ്സിൽ അടിക്കണം. അതുകൊണ്ടൊരു വിസിറ്റിംഗ് കാർഡ് കയ്യിലുള്ള ഒരു തെറ്റാന്നൊന്നും ഞാൻ പറയല്ല. നമ്മളെ ആരും വിളിക്കാൻ നോക്കണ്ട. അവൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഒന്നോർത്തെ, പത്രോസിനെ തന്നെ വിളിക്കണം. പത്രോസിൻ്റെ വിസിറ്റിംഗ് കാർഡ് ആർക്കൊണ്ട് കൊടുത്തു? കൊർന്നല്യോസിന് കൊടുത്തു. കൊർന്നല്യോസിനോട് ദൂതൻ പറഞ്ഞു, നീ വേഗം എഴുന്നേറ്റ് എന്ത് ചെയ്യണം? ആളെ ചാരെ വരുത്തണം. പത്രോസ് എന്ന മറുപേരുള്ള ശിമോനെ വരുത്തണം. അവൻ എവിടെ പാർക്കുന്നു? തോൽക്കൊല്ലനായ ശിമോൻ്റെ വീട്ടിൽ, യോപ്പ പട്ടണത്തിൽ തോൽക്കൊല്ലനായ ശിമോൻ്റെ വീട്ടിൽ കടൽക്കര ആ സ്ട്രീറ്റ് നമ്പർ വരെ പറഞ്ഞു കൊടുത്തു. ആ കർത്താവ് ജീവിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കർത്താവിനെ സ്തുതിച്ചാട്ട്. കൈ കൊടുത്ത് പറഞ്ഞേ, കയ്യിൽ വിത്ത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. സ്തോത്രം. വിത്ത് കിട്ടിയവരാണ് അവിടെ ഉള്ളവർ. ആ കാര്യത്തിനൊരു കുഴപ്പമില്ല. യേശു എന്ന വിത്ത് ചാക്ക് നിറയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്നറിയാമോ? വാതിലുകൾ, വയലുകൾ നിൻ്റെ മുമ്പിൽ തുറക്കപ്പെടും. വ്യക്തികളുടെ ഹൃദയങ്ങൾ നിൻ്റെ മുമ്പിൽ തുറക്കപ്പെടും. നിൻ്റെ കൈ കൊണ്ടുത്തരും. നീ കൈവച്ചാലേ ചില രോഗി സൗഖ്യമുള്ളൂ. നീ ചെല്ലാൻ വേണ്ടി ചില രോഗി കാത്തിരിപ്പുണ്ട്. നീ ചെല്ലാൻ വേണ്ടി ചില കൊർന്നല്യോസിൻ്റെ വീടുകൾ കാത്തിരും. ചിലർ വീട്ടു പ്രാർത്ഥനയ്ക്ക് പോകത്തില്ല, പക്ഷെ പത്രോസ് പോകുമായിരുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ചിലർ പേഴ്സണൽ ഇവാഞ്ചലിസം ചെയ്യത്തില്ല, പക്ഷെ യേശു ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. ചിലർ വീട്ടിൽ രോഗി കിടപ്പുണ്ട്, വിളിച്ചാൽ ചെല്ലത്തില്ല, പക്ഷെ യേശു വീട്ടിൽ കിടക്കുന്ന രോഗിയെ കാണാൻ പോവും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശു പരസ്യോഗം നടത്തുമായിരുന്നു. യേശു കടൽക്കരയിൽ പ്രസംഗിക്കുമായിരുന്നു. യേശു വള്ളത്തെ കയറി പ്രസംഗിക്കുമായിരുന്നു. യേശു വീട്ടിൽ പ്രസംഗിക്കുമായിരുന്നു. യേശു ഒരാളോട് പ്രസംഗിക്കുമായിരുന്നു. യേശുവിന് പള്ളി പ്രസംഗിക്കാൻ കിട്ടുവാലും അത് യഹൂദൻ്റെ പള്ളിയാണോ നോക്കത്തില്ല, കിട്ടുന്ന അവസരത്തിൽ പ്രസംഗിക്കും. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട്.
ഒന്ന് രണ്ട് പേരുടെ വചനം പ്രസംഗിക്കുക. പ്രീച്ച് ദ വേർഡ്. അത് നിന്റെ കയ്യിൽ മാത്രമേ തന്നിട്ടുള്ളൂ. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പ്രസംഗിക്കാമോ? ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പ്രസംഗിക്കാമോ? ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പ്രസംഗിക്കാമോ? സ്വർഗത്തിലിരിക്കുന്ന കർത്താവിനെ പറഞ്ഞാൽ പോരാ, ചരിത്രത്തിൽ വന്ന കർത്താവിനെ പറഞ്ഞാൽ പോരാ, സുവിശേഷം പറയുമ്പോൾ നമ്മുടെ അകത്തിരിക്കുന്ന കർത്താവിനെയും പറഞ്ഞാൽ പോരാ. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് നീ പ്രസംഗിച്ചാൽ ആ വചനം പറയുന്നിടത്ത് ഹൃദയങ്ങൾ തുറക്കപ്പെടും. നീ പറഞ്ഞ കർത്താവ് ഉയർത്തുന്ന അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും നിന്റെ വചനത്തെ കർത്താവ് ഉറപ്പിക്കും. കർത്താവ് നമ്മുടെ കയ്യിൽ വിത്ത് നൽകിയിരിക്കുക, സുവിശേഷത്തിൻ്റെ വിത്ത്. അനേകർക്ക് ജീവൻ കൊടുക്കുന്ന, അനേകരെ ജീവനിലേക്ക് നടത്തുന്ന ആ വിത്ത് കർത്താവ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. ആ വിത്ത് വിതയ്ക്കുവാൻ തയ്യാറായാൽ നിങ്ങളെ കർത്താവ് അധികമായി അനുഗ്രഹിക്കുമെന്ന് മാത്രമല്ല, അനേകരെ ജീവനിലേക്ക് നടത്തുവാൻ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. എൻ്റെ ഉള്ളിൽ കർത്താവ് പറയുകയാണ്, ഭവനത്തിൻ്റെ പണി തുടങ്ങി വർഷങ്ങളോളമായി അവിടെ തൊടാൻ സാധിക്കാതെ, ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിരാശപ്പെട്ട് എന്നെ കേൾക്കുന്ന ആരൊക്കെയുണ്ട്? ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിൽ തന്നെ കർത്താവോട് അത്ഭുതം ചെയ്യാൻ പോവുക. അടഞ്ഞു കിടക്കുന്ന വഴികളെ കർത്താവ് തുറക്കാൻ പോവുക. നമുക്ക് കണ്ണുകളെ അടച്ച ഒരു നിമിഷം ഹൃദയം തുറന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ അയക്കപ്പെട്ടതായ ആ സുവിശേഷത്തിൻ്റെ വിത്ത് ഇത് കേട്ട ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ 30, 60, 100 മേനിയായി അത് വിളയട്ടെ. അവർ കൊയ്തെടുക്കട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന അനേകർ പല വിഷയങ്ങളിൽ അവർ ഭാരപ്പെടുമ്പോൾ കർത്താവിൻ്റെ കരം അവരെ തൊടണമേ. സാമ്പത്തികമായിട്ട് വലിയ നന്മ അവരുടെ ഭവനങ്ങളിൽ ഉണ്ടാകട്ടെ. വലിയ ഉയർച്ച അവരുടെ ജീവിതത്തിൽ വരട്ടെ. ഇവരുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ഭവനത്തിൻ്റെ അവസ്ഥകളിൽ വലിയ മാറ്റം സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അതിൻ്റെ ഉള്ളിൽ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ആ തടസ്സപ്പെട്ട് കിടക്കുന്നതായ ആ ഭവനത്തിൻ്റെ പണികൾ ഈ ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. അതിന് വഴികൾ തുറക്കട്ടെ. ശാരീരികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറട്ടെ. രോഗബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അഴിയട്ടെ. വ്രണം പഴുത്ത് അതിൽ നിന്ന് പഴുപ്പൊലിച്ച് ഭാരപ്പെട്ട് വേദനയോടെ കേൾക്കുന്ന വ്യക്തിയുണ്ട്. സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ജോലി ചെയ്യാൻ പ്രയാസപ്പെടുന്ന, കൈകൾക്ക് ബലമില്ലാതെ, ശക്തിയില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തികളുടെ മേൽ ഇപ്പോൾ തന്നെ സൗഖ്യമുണ്ടാകട്ടെ. കർത്താവെ, അങ്ങയുടെ സമാധാനം കൊണ്ട് ഓരോ മക്കളെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. വിടുവിച്ചിരിക്കാൻ നന്ദി. അങ്ങയുടെ ജീവനാൽ ഓരോരുത്തരും നിറച്ചിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ കൃപയിൽ നിങ്ങളെ പൊതിയട്ടെ. ഗോഡ് ബ്ലസ് യു.